ഇവിടെ ഫുൾ അടച്ചിട്ട ലൈഫാണല്ലോ. പക്ഷേ ഇപ്പോഴായി പിന്നെ ഞാൻ ഇടയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ പുറത്തത്തെ ഡോറൊന്നും കുറച്ച് നേരം തുറന്നിടാറുണ്ട്. അതുകൊണ്ട് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട്, പട്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ മിസ് ചെയ്യും. ഇത്രയും നാളും ഇവിടെ നിന്നിട്ട് പോലും ഞാൻ എപ്പോഴും സ്റ്റിൽ അവളെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നപ്പോഴും അവൾക്ക് എന്നെ നല്ല ഓർമ്മയായിരുന്നു. ഈ ഒരു കുഞ്ഞു ബൊമ്മക്കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് നന്നായി അവളെ ഓർമ്മ വന്നിട്ട് ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതെന്താണ് കുട്ടികളെ പോലെ സംസാരിക്കുന്നതെന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിത്തം ഉണ്ടായിരിക്കില്ലേ? ഒരു കുട്ടി നമ്മളെല്ലാവരുടെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ പ്രായമാവുന്നതിനനുസരിച്ച് നമ്മളുടെ ക്യാരക്ടറും പ്രായമാവണം എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഈ കുട്ടിത്തത്തോടു കൂടി എൻ്റെ ലൈഫിൽ ചെയ്യാറുണ്ട് കേട്ടോ. തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് അതൊക്കെ ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ വന്നൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനാ എണീക്കുന്നത്, എന്തിനാ ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് എങ്ങനെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ എന്താ പറയുക, യൂസ്ഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പം ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു മടിയില്ലാണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ചെയ്യുമ്പോൾ നമുക്കതിൽ സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് നമ്മളുടെ ഒരു ലോകം എന്ന് പറയാനായിട്ടുള്ളത്. അങ്ങനെ പയ്യെ പയ്യെ ഞാൻ എല്ലാ കാര്യങ്ങളോടും യൂസ്ഡായി, എല്ലാം സ്പീഡിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ പണികളിവിടെ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ. ബൈ.